ഒരു ഇ കൊമേഴ്സിന്റെ ഇനിയുള്ള സാധ്യതകൾ എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു മേഖല തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ സ്റ്റോർ, ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ സ്റ്റോർ, നമ്മുടെ സാധാരണ കടകൾ എന്ന് പറയുന്നത് ഇത് ഓൺലൈനിലോട്ട് വരുന്നതാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് കൊമേഴ്സ്. ഈ ഇ കൊമേഴ്സിന്റെ സാധ്യത പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ രണ്ടുപേരുടെ ചരിത്രം കൂടി പറയണം. അത് ഇങ്ങനെയാണ്. ചണ്ഡീഗഡിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ, നമ്മുടെ ഇന്ത്യയിലെ ചണ്ഡീഗഡിൽ നിന്നുള്ള രണ്ട് വ്യക്തി, ഇവര് ആമസോണിൽ പ്രവർത്തിച്ച, ആമസോൺ എല്ലാവർക്കും അറിയാം, നമ്മള് ഇന്ന് എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലാണുള്ളത്. നമുക്ക് വേണ്ട പല ഏറ്റവും സെറ്റ് സാധനങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്താൽ കൊറിയർ ടീം വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുന്ന സിസ്റ്റം, ആ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ എല്ലാവർക്കും ഈ സംഭവം പരിചയപ്പെടുത്തിയത് eBay എന്ന വെബ്സൈറ്റ്, അതുപോലെ ഷോപ്പ്ക്ലൂസ്, മീഷോ, ആലിബാബ, പിന്നെ ആമസോൺ, ഇതുപോലത്തെ സൈറ്റുകളാണ്. അപ്പൊ ഇതിൽ ഇന്ത്യയിൽ നിന്നും ഉള്ള രണ്ട് വ്യക്തികളുണ്ട് ചണ്ഡീഗഡിൽ. ഇതിന്റെ പേര് ഇങ്ങനെയാണ്, ബെന്നി ബൻസാൽ എന്നും സച്ചിൻ ബൻസാൽ. അപ്പൊ ഇവരുടെ ചെറിയൊരു ചരിത്രം പറയാൻ ഇത് പൂർണ്ണമാകില്ല, അതുകൊണ്ടാണ് അധികം സമയം എടുക്കുന്നില്ല. അപ്പോ ഇവർ രണ്ടുപേരും ആമസോണിൽ പ്രവർത്തിച്ചവരാണ്. ഈ ആമസോണിൽ പ്രവർത്തിച്ചവർ എന്ന് പറയുമ്പോൾ അവർ ആമസോണിൽ പ്രവർത്തിച്ചു, അതിനുശേഷം ആമസോണിൽ നിന്നും രാജിവെച്ച് ഇന്ത്യയിൽ ഒരു പുതിയ സംരംഭം അവർ ആരംഭിച്ചു. ഇന്ത്യയിൽ സംരംഭം ആരംഭിക്കുന്ന ഘട്ടങ്ങളിൽ പലരും അവരോട് പറഞ്ഞു, ഇതൊന്നും ഇന്ത്യയിൽ വിജയിക്കാൻ പോകുന്ന സമ്പ്രദായമേ അല്ല, പരിപാടിയേ അല്ല. കാരണം ഇന്ത്യയിൽ ഒരു കൾച്ചറുണ്ട്, അവരെല്ലാം സാധനങ്ങൾ പോയി വാങ്ങുന്ന കടകളിൽ നിന്ന് മാത്രമേ വാങ്ങുള്ളൂ. ഇന്ത്യയിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സംരംഭം വിജയിക്കില്ലെന്ന് നെഗറ്റീവ് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആരംഭിച്ച ആ സ്ഥാപനത്തിന്റെ പേരാണ് ഫ്ലിപ്കാർട്ട്. എല്ലാവർക്കും അറിയാം ഫ്ലിപ്കാർട്ട്. ഇതാണ് ഫ്ലിപ്കാർട്ടിന്റെ തുടക്കം, ഇങ്ങനെയാണ് സംഭവിച്ചത്. എന്നാൽ ഫ്ലിപ്കാർട്ടിന് പറയാനുള്ളത്, ഫ്ലിപ്കാർട്ടിൽ രണ്ട് വ്യക്തികളാണ് പറഞ്ഞത്, ഒന്ന് സച്ചിൻ ബൻസാൽ, പിന്നെ ഒന്ന് ബെന്നി ബൻസാൽ. ഈ സച്ചിൻ ബൻസാൽ 11 വർഷങ്ങൾ ഇതിൽ പ്രവർത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഓഹരിയാണ് വിട്ടു. 11 വർഷം ഇതിൽ പ്രവർത്തിച്ച അതിന്റെ ഓഹരിയാണ് വിട്ടു. 11 വർഷം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ഓഹരി വിറ്റത് 8000 കോടിക്കാണ്. അതായത് 11 വർഷം എന്ന് പറയുമ്പോൾ 4000, ഏകദേശം 4015, 4000 ദിവസം വെച്ചു അദ്ദേഹം കൊടുത്തത് 8000 കോടിക്കാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ വരുമാനം നമ്മൾ 4015 4000 ദിവസം അപ്രോക്സിമേറ്റ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ വരുമാനം 2 കോടിയാണ്. ചിന്തിക്കണം, 2 കോടിയാണ് ഒരു ദിവസത്തെ വരുമാനം. എന്തായാലും ഇതിന്റെ സാധ്യത പറയാൻ വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. ഇതേപോലെ ബെന്നി ബൻസാൽ അദ്ദേഹത്തിന്റെ ഷെയറുകൾ കൊടുക്കുകയുണ്ടായി. ഇത് 12 വർഷങ്ങൾക്ക് ശേഷമാണ്. സമാനമായ ഒരു ദിവസം 2 കോടി 2.5 കോടി അടുത്ത് വരുന്ന രീതിയിലുള്ള വരുമാനം അദ്ദേഹത്തിന് ലഭിച്ചു. ഇത് ഇന്ത്യയിൽ ആരംഭിച്ച ഫ്ലിപ്കാർട്ടിന്റെ ചരിത്രമാണ്. വെറുതെ നമ്മൾ ഗൂഗിളിൽ പോയി തപ്പി നോക്കിയ സംഭവം നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. ഇനി ഇത് ഫ്ലിപ്കാർട്ടിന്റെ ആണെങ്കിൽ നമ്മൾ ആമസോണിന്റെ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിളിൽ പോയിട്ട് നമുക്ക് എന്ത് നമുക്ക് തപ്പി നോക്കാൻ പറ്റുന്ന കാലഘട്ടമാണല്ലോ, എല്ലാവരും സ്മാർട്ട് ഫോണുണ്ട്. അവിടെ പോയിട്ട് ആമസോൺ